ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളുടെ ആളുടെ ഇപ്പോഴത്തെ പരിപാടികൾ. ഓക്കെ, പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരത്തി പല കാര്യത്തിലും തലമറന്ന് എണ്ണ തേച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും ഒന്നല്ലെങ്കിൽ കുടുംബത്തിനെ മറന്ന് പല പരിപാടികളും ചെയ്യുക, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആളുകളെ മറന്ന് പല പരിപാടികളും ചെയ്യുക. അത് എത്രത്തോളം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുക. അതെല്ലാം ഓൾറെഡി ചെയ്തു കഴിഞ്ഞു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, തലമറന്ന് എണ്ണ തേക്കുന്ന പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങളോടാണ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ബന്ധം പോലെയാണ് ഇത് തോന്നിയത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ച ആളോ ആണെന്നുണ്ടെങ്കിൽ പഴയ പോലെയുള്ള ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരുന്നില്ല. ഇപ്പൊ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ കൂടി അവധി വെക്കുവാണ്. പിന്നെ ആകട്ടെ അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പൊ കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, എനിക്ക് ഇപ്പോഴൊന്നും അതിനൊന്നും പറ്റില്ല, എനിക്ക് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഈ ന്യായീകരണമല്ലാത്ത കുറച്ച് മുടന്തൻ ന്യായങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒഴിവാക്കി വിടുന്നു. അതല്ല, ഇനിയിപ്പോ ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടുള്ള നിങ്ങളുടെ സ്വന്തം കുട്ടികളുടെ അച്ഛൻ, കുട്ടികളുടെ അമ്മ, അങ്ങനെയുള്ള ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ കുടുംബത്തിനെ മറന്ന് കുടുംബം അവിടെ ജീവിച്ചോളും, ഞാൻ എൻ്റെ വഴിക്ക് തന്നെ നടക്കുള്ളൂ, കുടുംബം അവര് നോക്കിക്കോളും, കുടുംബമൊക്കെ നോക്കാനൊക്കെ ആളുണ്ട്, അപ്പൊ അത് അവര് നോക്കിക്കോട്ടെ, ഞാൻ എൻ്റെ തോന്നിയ വഴിക്കേ നടക്കുള്ളൂ എന്നാണ് നിങ്ങളുടെ മച്ചമ്പിയുടെ ഒരു ഇത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആള് വിചാരിച്ചിരിക്കുന്നത്. കാരണം എന്തൊക്കെ എങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ആള് വിചാരിക്കുന്നത് എൻ്റെ ഇഷ്ടങ്ങളെ എനിക്ക് മറക്കാൻ പറ്റില്ല, എൻ്റെ ബന്ധങ്ങളെ ഞാൻ കുറെ കാര്യങ്ങള് കുറെ ബന്ധങ്ങള് കുറെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളോടുള്ള സൗഹൃദങ്ങളായിരിക്കാം, അതുമല്ലാന്നുണ്ടെങ്കിൽ വേറെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏതെങ്കിലും ആളുകളായിരിക്കാം. പക്ഷെ അവരെ പെട്ടെന്ന് ഒന്ന് മാറ്റി നിർത്താൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ വാളെടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ സംസാരങ്ങൾ വരും, നിങ്ങൾ ശത്രുവാകും, ആ പുറത്തുനിന്നുള്ള ആളുകളും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെയാണോ പേര് പറഞ്ഞ് ഉപയോഗിക്കുന്നത് അവരൊക്കെ ഈ മച്ചമ്പിയുടെ മിത്രങ്ങളും ആവും. പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി നെട്ടോട്ടമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇനി ഇത് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ടുള്ള ആളുകൾ ഇത് കാണുന്നുണ്ട്. എക്സ്ട്രാ മാരിറ്റൽ എന്ന് പറയുമ്പോൾ അറിയാലോ, അങ്ങനെയുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ഇപ്പൊ ഈ കണ്ണു നട്ടിരിക്കൂലേ, അത് ചിലപ്പോ ഒരു മെസ്സേജിന് വേണ്ടിയിട്ടായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ അവര് എന്താണ് ഇനി പറയാൻ പോകുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിനായിരിക്കാം. കാരണം ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ടുള്ള ആളുകൾക്ക് വേറെ ആരോടും ഇതൊന്നും പങ്കുവെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിപ്പോയി. അതായത് ചെകുത്താനും കടലിലും നടുക്ക് നിൽക്കുന്ന അവസ്ഥയിലായിപ്പോയി. എപ്പോ വരും, എന്നെ വിളിക്കോ, മെസ്സേജ് അയക്കോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വാക്കുകളൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ, എന്നെ വീണ്ടും വന്നിട്ട് പഴയ പോലെ തന്നെ സംസാരിക്കോ, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും പോയി കളയോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷനില് നിങ്ങളിങ്ങനെ കൂടെ ചേർത്ത് നിർത്തണം എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. അത് എക്സ്ട്രാ മാരിറ്റൽ ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല, ഈ പറയുന്ന വീഡിയോ വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരു
എല്ലാം മറന്ന് നിങ്ങളുടേതായിട്ട് മാത്രമാകാനായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ ചേർത്ത് നിർത്താൻ തയ്യാറാണ്. പക്ഷെ പുള്ളിയുടെ ഇപ്പോഴത്തെ പരിപാടികൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി പല പരിപാടികളും ചെയ്യും. നല്ലതും ചീത്തയും നോക്കാതെ പല പരിപാടികളും ചെയ്യും. പക്ഷെ പുള്ളിയുടെ മനസ്സിൻ്റെ അകത്ത് ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ജീവിതം, പുള്ളിക്കാരത്തി അല്ലെങ്കിൽ പുള്ളിയുടെ ജീവിതം ഒരു സെലിബ്രേഷൻ ആയിരിക്കണം. സങ്കടങ്ങൾ ഏറ്റുമേടിക്കാൻ പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ നമ്മളിപ്പോ നിങ്ങൾ എന്തിനത് ചെയ്തു എന്നൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തൂല, അതൊന്നും കേൾക്കാൻ പറ്റില്ല. ഇതിപ്പോ ആരാണോ ചോദിക്കുന്നത്, ഇപ്പൊ നിങ്ങളുടെ വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരു വലിയൊരു സംഭവം, ഒരു തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണോ അത് ചോദിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനോ ചെല്ലുന്നത്, ആ ചോദിക്കാൻ ചെല്ലുന്നവൻ അവിടെ നിങ്ങളുടെ വ്യക്തി സംസാരിക്കുന്നത് വളരെ വലിയ മൃഗീയമായിട്ടുള്ള രീതിയിൽ തിരിച്ച് സംസാരിക്കും. കാരണം ചോദിക്കാൻ ചെല്ലുന്നവനായിരിക്കും തെറ്റുകാരൻ അല്ലെങ്കിൽ തെറ്റുകാരി. നിങ്ങളുടെ ആള് അവിടെ ഒന്നും ഒരു എന്റെ സാഹചര്യം കൊണ്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ ആ ചെയ്ത തെറ്റുകളൊന്നും വലിയ തെറ്റൊന്നും അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് അങ്ങനെ ചെയ്തു, നിങ്ങൾ ഇന്ന് ഇങ്ങനെ ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനിങ്ങനെ നോക്കുന്നു, അങ്ങനെയൊക്കെയുള്ള അതായത് നിങ്ങളുടെ തലമുടി തൊട്ട് പാദം വരെയുള്ള പരിപാടികളിൽ മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്സ് വരെ നിങ്ങളെ പറയും. അപ്പൊ നിങ്ങൾ ചോദിക്കാൻ ചെന്നവൻ ആരായി? അതാണ്. പക്ഷെ പുള്ളിക്കെന്നും സന്തോഷങ്ങൾ വേണം, ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച വേണം, ഒരുപാട് മനസ്സമാധാനം, ഒരുപാട് നല്ലൊരു ജീവിതം. അതായത് പുള്ളി ഇപ്പൊ ചുരുക്കം പറയുകയാണെങ്കിൽ പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരത്തി എന്ത് പരിപാടി ചെയ്തു കഴിഞ്ഞാലും അത് അവർക്ക് നല്ലതായിരിക്കണം, അവരുടെ ജീവിതത്തിന് നല്ലതായിരിക്കണം, അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് നല്ലതായിരിക്കണം, അവരുടെ ഭാവി സുരക്ഷിതമായിരിക്കണം, അവരുടെ അതിപ്പോ സാമ്പത്തികമാണെങ്കിലും അല്ലാതെയാണെന്നുണ്ടെങ്കിലും എല്ലാ രീതിയിലും അവരുടെ ഭാവി സുരക്ഷിതമായിട്ടിരിക്കണം. അപ്പോൾ അതിന് സുരക്ഷിതമല്ല എന്ന് തോന്നുന്ന ഒരു വാക്കുപോലും ഏറ്റെടുക്കാൻ കഴിയാത്ത ആളുകളാണ്. അതങ്ങോട്ട് അകറ്റി നിർത്തും, അല്ലെങ്കിൽ ഒരു മൂലക്ക് അങ്ങോട്ട് തള്ളുന്ന ആളുകളാണ്. കാരണം ഇവര് ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഇപ്പൊ നല്ലതാണെങ്കിൽ നല്ല കാര്യങ്ങൾ കിട്ടും, ചീത്തയാണെങ്കിൽ ചീത്ത കാര്യങ്ങൾ കിട്ടും എന്ന് പറയണ പോലെ. പക്ഷെ ഇവർ ആഗ്രഹിക്കുന്നത് പല നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്തിട്ടും അല്ലെങ്കിൽ പല ആളുകളുടെയും കണ്ണീര് പല പരിപാടികൾ ഉണ്ടാക്കിയിട്ടും ഇവര് ആഗ്രഹിക്കുന്നതും ഇവരുടെ ജീവിതത്തിലോട്ട് വേണമെന്ന് ശഠിച്ചുകൊണ്ടിരിക്കുന്നതും എനിക്ക് നല്ല കാര്യങ്ങൾ വന്നേ പറ്റൂ, ഞാൻ അതിനു വേണ്ടി എന്തും ചെയ്യും, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. കാരണം ജീവിതം ഇവര് പല ചിന്തകൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ പല തീരുമാനങ്ങളും ഒരു നൂൽപ്പാലം പോലെയാണ് പോകുന്നതെന്ന് ഇവർക്കൊരു അറിവ് വന്നിട്ടില്ല. അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവര് മുകളിലോട്ട് ഇങ്ങനെ ഹൈ ലെവലിൽ പറന്ന് പെട്ടെന്ന് ചിറകൊടിഞ്ഞ് വീഴുമോ അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല. വളരെ ഉയരത്തില് വളരെയധികം ഇങ്ങനെ ഈ നമ്മൾ മറ്റുള്ളവരുടെ തലയിൽ മുറിവേൽപ്പിച്ചിട്ട് എത്ര പറന്നു കഴിഞ്ഞാലും അതൊരു ബുദ്ധിമുട്ടാണ്. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു നൂൽപ്പാലം പോലെയാണ്. ആ നൂൽപ്പാലം എത്ര നാള് ഉണ്ടാകുമെന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ വരുന്നത്. എനിക്ക് വയ്യ. ഓക്കെ, അതായത് ചില പ്രത്യേക കാര്യങ്ങളോട് ഇത്തിരി ക്രൈസ് ഉള്ള ആളായിരിക്കും. ഒന്നല്ലെങ്കിൽ വണ്ടികളോട്, ഒന്നല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി വണ്ടികളോട്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോട്, ആൽക്കഹോൾ ആയിരിക്കാം, സിഗരറ്റ്സ് ആയിരിക്കാം, വേറെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലോട് കുറച്ച് ക്രൈസ് ആയിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഇത്തിരി വഴക്കിടാനായിട്ട് ഇത്തിരി ഹരമാണ്, അല്ലെങ്കിൽ അതിലോട്ടായിരിക്കാം. അങ്ങനെയൊക്കെ ഒരു ഹരമുള്ള അവന്റെ സംസാരം നിങ്ങളെ ഹരം കൊള്ളിക്കാറുണ്ടല്ലേ എന്ന് പറയുന്ന പോലെ ഹരം കൊള്ളിക്കുന്ന രീതിയിലുള്ള പല പരിപാടികളും നിങ്ങളുടെ പുള്ളിക്കാരത്തി അല്ലെങ്കിൽ മച്ചമ്പി ചെയ്യുന്നുണ്ട്, ഉള്ളിലും ഉണ്ട്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ഇരുന്ന് കഴിഞ്ഞാലും അതിന്റെ ഇടയിൽ കൂടി കുറച്ച് പരിപാടികൾ പുള്ളിക്ക് ചെയ്യണം. ആരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാലും
ഉം നിങ്ങളാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയാണോ? കാരണം സീക്രട്ട് ആയിട്ടുള്ള പല കാര്യങ്ങളും ഒന്നല്ലെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോ ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി എവിടെയെങ്കിലേക്കും പോവാനോ യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ യാത്രകളെ ഇഷ്ടപ്പെടുന്ന ആളുകളോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസോ അതോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ ഒരു അന്യഭാഷ അല്ലെങ്കിൽ അന്യദേശം അങ്ങനെയുള്ള ആളുകളെ സ്നേഹിക്കുന്നതോ ഇപ്പോ അറിയാലോ അങ്ങനെയുള്ള കാര്യങ്ങളോ അതോ അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഒരു എന്താ പറയാ ഒരുപാട് ലോങ് ടൈമായി നിങ്ങളൊരു മിണ്ടിയിട്ട് മര്യാദക്ക് മനസ്സ് തുറന്നൊന്ന് സംസാരിച്ചിട്ട് പഴയ പോലെ ഒന്ന് സ്നേഹിച്ചിട്ട് അല്ലെങ്കിൽ ഒരുപാട് നാളായി പഴയ രീതിയിലൊക്കെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇരിക്കുമായിരിക്കും. ഓക്കെ, എങ്ങനെയാണെന്നുണ്ടെങ്കിലും സാമ്പത്തികമായിട്ട് പരിപാടികൾ ഉണ്ടാക്കാൻ വേണ്ടി ആശാൻ അല്ലെങ്കിൽ ആശാത്തി നല്ല കിടുവായിട്ട് പരിശ്രമിക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. കാരണം സമ്പത്ത് എനിക്ക് ഉണ്ടാക്കിയേ പറ്റൂ. എനിക്ക് സാമ്പത്തികമായിട്ട് പല രീതിയിലും ആരെ എങ്ങനെയൊക്കെ രീതിയിൽ ഇപ്പൊ എന്താ പറയാ എങ്ങനെയൊക്കെ എവിടെ പോയാലും എങ്ങനെയായാലും സാമ്പത്തികമായിട്ട് എനിക്ക് ഉയർന്നു വന്നേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു ചിന്തകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി പണിയെടുക്കുന്നു, അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ കൂടി വേറെ സൈഡ് ബിസിനസ് ആയിട്ടുള്ള പല പരിപാടികളും അതിപ്പോ എന്താ പറയാ പല സീക്രട്സ് ആയിട്ടുള്ള പല പരിപാടികളും പല ആളുകളുടെ വാക്കുകളും കേട്ട് ആ വാക്കുകൾ ചെവിയിൽ എന്താ പറയാ തറച്ചു നിർത്തി അവിടെ തന്നെ നിർത്തിയിരിക്കുന്നു. പക്ഷെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഈ ചെവിയിൽ കൂടി കേട്ട് ആ ചെവിയിൽ കൂടി കളയുന്നു. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പുറത്തുനിന്നുള്ള ആളുകൾ പറയുമ്പോൾ ചെവിയിൽ ഇപ്പൊ എന്താ പറഞ്ഞാലും അത് അവിടെ തറച്ചു നിൽക്കുന്നു. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിലും ചീത്തയാണെന്നുണ്ടെങ്കിലും അതൊക്കെ ഈ ചെവി കൂടി കേട്ട് ആ ചെവിയിൽ കൂടി കളഞ്ഞ് എന്താ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, എനിക്കെന്ത് കാര്യം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഈഗോയാണ് വലുത്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ അവരവിടെ ഇരുന്നോളും, ഞാൻ എപ്പോ വന്നു കഴിഞ്ഞാലും നിങ്ങൾ എന്നെ സ്വീകരിക്കും. എനിക്ക് തോന്നുന്നു ഇവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് ഇവർ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്കായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും സിറ്റുവേഷൻസിനായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ ഡ്രീം ലൈഫിന് വേണ്ടിയിട്ടായിരിക്കാം, സാമ്പത്തികത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവരെന്തോ കാര്യങ്ങൾ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് ഇവർക്ക് തന്നെ അനുകൂലമാകണമെന്ന്. അത് ചിലപ്പോൾ നീതിപരമായിട്ടുള്ള കാര്യമായിരിക്കാം, കോടതിപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കാം. അതിനുവേണ്ടി ഇവർ മാക്സിമം ഇവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അതിൽ വേറെ ആരും എന്താ പറയാ എൻ്റെ കയ്യിൽ ഇപ്പൊ 5 മിഠായി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 5 മിഠായി നമുക്ക് കഴിക്കാം. തൊട്ടടുത്തിരിക്കുന്നവരെ നോക്കി കോക്രി കാണിക്കാം, കൊഞ്ഞനം കുത്താം. അതും അല്ലാന്നുണ്ടെങ്കിൽ തൊട്ടടുത്തിരിക്കുന്നവർക്ക് മിഠായി ഇന്നാ നിങ്ങൾക്കും വേണോ എന്ന് ചോദിക്കാം. മനസ്സിലായോ? അപ്പോ കാരണം തൊട്ടടുത്തിരിക്കുന്നവർക്കും കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതുപോലെ തൊട്ടടുത്തിരിക്കുന്നവര് ഇവരുടെ കൂടെ ഇരിക്കുന്നവരുടെ പല ആഗ്രഹങ്ങളും കണ്ടില്ല എന്ന് കണ്ണടച്ചിരുട്ടാക്കുക. ഒന്നും കണ്ടില്ല എന്ന് നടിച്ച് തർക്കിച്ച് അവരുടെ ഇഷ്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികൾ. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തൊന്നും ഇല്ലാത്ത ന്യായങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇതിൻ്റെ അകത്തുള്ള പരിപാടികൾ. അപ്പൊ നിങ്ങൾക്ക് ദേഷ്യം വരും, അവിടെ ഒരു വഴക്കുണ്ടാവും. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാ ആളുകളുടെ എനർജി ഉണ്ടാവും. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും കണക്റ്റ് ആയില്ല, ഒന്നും റെസണേറ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.